ഹലോ ഫ്രണ്ട്സ്, എല്ലാവർക്കും മാജിക് മസാലയിലേക്ക് സ്വാഗതം. ഇന്ന് നമുക്ക് നല്ല ടേസ്റ്റി ആയിട്ട് എങ്ങനെയാണ് പുട്ട് ഉണ്ടാക്കിയെടുക്കാൻ നോക്കാം. നല്ല സോഫ്റ്റ് ആയിട്ടിരിക്കുന്ന, എത്ര സമയം കഴിഞ്ഞാലും നല്ല സോഫ്റ്റ് ആയിട്ടിരിക്കുന്ന നല്ല ടേസ്റ്റി ആയിട്ടുള്ള പുട്ടാണ്. ഇന്ന് ഗോതമ്പ് പുട്ടാണ് നമ്മൾ ഉണ്ടാക്കിയെടുക്കാനായിട്ട് പോകുന്നത്. അപ്പോൾ അതിനു മുമ്പായിട്ട് വീഡിയോ ആദ്യമായിട്ടാണ് കാണുന്നതെന്നുണ്ടെങ്കിൽ ഒന്ന് സബ്സ്ക്രൈബ് ചെയ്തേക്കണേ. അതുപോലെ വീഡിയോ ഇഷ്ടപ്പെട്ടാൽ ലൈക്ക് ചെയ്യാനും ഷെയർ ചെയ്യാനും മറക്കരുത്. നമുക്ക് റെസിപ്പിയിലോട്ട് കിടക്കാം. മിക്സിയുടെ ജാർ എടുത്തിട്ടുണ്ട്. അതിലേക്ക് നമുക്ക് 1.5 കപ്പ് ഗോതമ്പ് പൊടി ഇട്ട് കൊടുക്കാം. 250 ml കപ്പിൽ 1.5 കപ്പ് ഗോതമ്പ് പൊടിയാണ് എടുത്തിട്ടുള്ളത്. ഇത് വീട്ടിൽ തന്നെ പൊടിപ്പിച്ചെടുത്ത ഗോതമ്പ് പൊടിയാണ് ഞാൻ എടുത്തിരിക്കുന്നത്. അത് ഇതിലേക്ക് ഇട്ട് കൊടുത്തിട്ടുണ്ട്. ഇനി ഇതിലേക്ക് വേണ്ടത് 2 സ്ലൈസ് ബ്രെഡാണ്. ഏത് ബ്രെഡ് വേണമെങ്കിലും എടുക്കാം. വീറ്റ് ബ്രെഡോ വൈറ്റ് ബ്രെഡോ ഏതായിരുന്നാലും കുഴപ്പമില്ല. ഞാനിപ്പോൾ വൈറ്റ് ബ്രെഡാണ് എടുത്തിട്ടുള്ളത്. ഇത് കഷ്ണങ്ങളാക്കി നമുക്ക് ഇതിലേക്ക് ഇട്ട് കൊടുക്കാം. ഇനി ഇതിലേക്ക് നമുക്ക് തേങ്ങ ഇട്ട് കൊടുക്കാം. ഇനിയിപ്പോൾ 1/2 കപ്പിൽ കുറച്ച് കുറവായിട്ടാണ് തേങ്ങ എടുത്തിട്ടുള്ളത്. അത് ഇതിലേക്ക് ഇട്ട് കൊടുത്തിട്ടുണ്ട്. ഇനി ഒരു 1/4 ടീസ്പൂൺ ഉപ്പിട്ട് കൊടുക്കാം. ഉപ്പിട്ട് കൊടുക്കുമ്പോൾ വളരെ ശ്രദ്ധിക്കണം. ഗോതമ്പ് പൊടിയിലാവുമ്പോൾ ഉപ്പ് പെട്ടെന്ന് തന്നെ കൂടി പോകാനായിട്ട് ചാൻസ് ഉണ്ട്. അപ്പോൾ ഉപ്പ് കുറച്ച് കുറവായിട്ട് ഇട്ട് കൊടുക്കുക. ഒരു 1/4 ടീസ്പൂൺ ഇട്ട് കൊടുത്തിട്ടുണ്ട്. അപ്പോൾ കറക്റ്റ് പാകത്തിനാണ് ഉപ്പുള്ളത്. ഇനി എല്ലാം കൂടിയിട്ട് നന്നായിട്ടൊന്ന് പൊടിച്ചെടുക്കാം. അപ്പോൾ നന്നായിട്ട് പൊടിച്ചെടുത്തിട്ടുണ്ട്. ഇനി നമുക്കിതിലേക്ക് ആവശ്യത്തിന് വെള്ളം ഒഴിച്ചു കൊടുത്ത് ഈ പുട്ടുപൊടി ഒന്ന് നനച്ചെടുക്കണം. അതിനായിട്ട് ആദ്യം ഒരു 3 ടേബിൾ സ്പൂൺ വെള്ളം ഒഴിച്ച് ഒന്ന് അടിച്ചെടുക്കുന്നുണ്ട്. അധിക സമയം അടിക്കേണ്ട ആവശ്യമൊന്നുമില്ല. വെള്ളം നന്നായിട്ടൊന്ന് മിക്സായിട്ട് കിട്ടിയാൽ മാത്രം മതി. ഒരു 3 ടേബിൾ സ്പൂൺ എടുത്ത് അടിച്ചെടുത്തിട്ടുണ്ട്. ഇപ്പോഴും നനവ് കറക്റ്റ് ആയിട്ടില്ല. ഇനി നമുക്കൊരു 3 ടേബിൾ സ്പൂൺ കൂടി ഒഴിച്ചിട്ട് ഒന്നുകൂടി ഒന്ന് അടിച്ചെടുക്കാം. അടിച്ചെടുത്തിട്ടുണ്ട്. അപ്പോഴും കുറച്ച് വെള്ളത്തിന്റെ കുറവുണ്ടായിരുന്നു. വീണ്ടും ഒരു 2 ടേബിൾ സ്പൂൺ കൂടി ഒഴിച്ചിട്ട് ഒന്നുകൂടി ഒന്ന് അടിച്ചെടുത്തിട്ടുണ്ട്. ഇപ്പോഴാണ് നനവ് കറക്റ്റ് ആയിട്ട് കിട്ടിയത്. അപ്പോൾ ഒരു 8 ടേബിൾ സ്പൂൺ വെള്ളമാണ് ഒഴിച്ചു കൊടുത്തിട്ടുള്ളത്. 8 ടേബിൾ സ്പൂൺ ആദ്യമേ തന്നെ ഒരുമിച്ച് അങ്ങ് ഒഴിച്ചു കൊടുക്കരുത്. അപ്പോൾ ചിലപ്പോൾ കട്ട പിടിച്ചിട്ട് കറക്റ്റ് ആയിട്ട് കിട്ടില്ല. അപ്പോൾ വെള്ളത്തിന്റെ നനവ് നോക്കിയിട്ട് കുറേശ്ശെ ആയിട്ട് ഒഴിച്ചു കൊടുത്ത് ഇതുപോലെ അടിച്ചെടുക്കാം. അപ്പോൾ കറക്റ്റ് ആയിട്ട് കിട്ടിയിട്ടുണ്ട്. നമുക്കിതൊരു പാത്രത്തിലേക്ക് ഇട്ട് കൊടുക്കാം. അടിയില്ല, നല്ല സോഫ്റ്റ് ആയിട്ടാണ് ഇരിക്കുന്നത്. അതുപോലെ നനവെല്ലാം കറക്റ്റ് ആയിട്ടുണ്ട്. കറക്റ്റ് ആയോ എന്ന് ചെക്ക് ചെയ്യാനായിട്ട് ഇതുപോലെ കയ്യിൽ വെച്ചൊന്ന് പ്രസ് ചെയ്തതിന് ശേഷം വീണ്ടും ഇതുപോലെ ഒന്ന് ഉടച്ചു കൊടുക്കുക. അപ്പോൾ കറക്റ്റ് ആയിട്ട് വരുന്നുണ്ടെങ്കിൽ പുട്ടുപൊടിയുടെ നനവ് കറക്റ്റ് ആയി എന്നാണ്. ഇതിലേക്ക് നമുക്ക് തേങ്ങ ആവശ്യമുണ്ട്. അപ്പോൾ തേങ്ങ ചെറുക്കി എടുത്തിട്ടുണ്ട്. നമ്മൾ പുട്ടുകുറ്റിയിലാണ് പുട്ട് ഉണ്ടാക്കിയെടുക്കുന്നത്. അപ്പോൾ പുട്ടുകുറ്റി എടുത്തിട്ടുണ്ട്. അതിലേക്ക് നമുക്ക് ആദ്യം കുറച്ച് തേങ്ങ ഇട്ട് കൊടുക്കാം. നമുക്ക് പുട്ടുപൊടി ഇതിലേക്ക് ഇട്ട് കൊടുക്കാം. പുട്ടുകുടത്തില് വെള്ളം തിളപ്പിക്കാനായിട്ട് വെച്ചിട്ടുണ്ട്. നന്നായിട്ട് തിളച്ചതിന് ശേഷം വേണം പുട്ടുകുറ്റി അതിലേക്ക് വെച്ചു കൊടുക്കാനായിട്ട്. തേങ്ങ ഇട്ട് കൊടുത്തു, പുട്ടുപൊടി ഇട്ട് കൊടുത്തിട്ടുണ്ട്. ഇനി വീണ്ടും തേങ്ങ ഇട്ട് കൊടുക്കാം. ഇതുപോലെ ഒരു 3 പ്രാവശ്യം റിപ്പീറ്റ് ചെയ്യുന്നുണ്ട്. ഗോതമ്പ് പൊടി വെച്ചിട്ട് നല്ല മുരിഞ്ഞിരിക്കുന്ന നല്ല ടേസ്റ്റി ആയിട്ടുള്ള ദോശയുടെ വീഡിയോ ഞാൻ അപ്ലോഡ് ചെയ്തിട്ടുണ്ട്. അപ്പൊ അത് കണ്ടിട്ടില്ലെങ്കിൽ കണ്ടു നോക്കൂ. പുട്ടുകുറ്റിയിൽ മുഴുവനായിട്ട് നിറച്ചിട്ടുണ്ട്. ഇനി മീത് നമുക്ക് കുറച്ച് തേങ്ങ ഇട്ട് കൊടുക്കാം. വെള്ളം നന്നായിട്ട് തിളയ്ക്കാൻ തുടങ്ങിയിട്ടുണ്ട്. നമുക്ക് അതിന് മീതേക്ക് പുട്ടുകുറ്റി വെച്ചു കൊടുക്കാം. ഇതിൽ നന്നായിട്ട് സ്റ്റീം വരാൻ തുടങ്ങിയിട്ടുണ്ട്. ഇതുപോലെ സ്റ്റീം വന്നു തുടങ്ങിയാൽ ഏകദേശം ഒരു മിനിറ്റിൻ്റെ അടുത്ത് നന്നായിട്ടൊന്ന് സ്റ്റീം വന്നു കഴിഞ്ഞാൽ നമുക്ക് പുട്ട് എടുക്കാം. നമ്മുടെ പുട്ട് റെഡി ആയിട്ടുണ്ട്. ഇതൊരു പ്ലേറ്റിലേക്ക് മാറ്റാം. പ്ലേറ്റിലേക്ക് ഇട്ട് കൊടുത്തിട്ടുണ്ട്. കണ്ടില്ലേ, നല്ല സോഫ്റ്റ് ആയിട്ടാണ് ഇരിക്കുന്നത്. അതുപോലെ തന്നെ കഴിക്കാനും നല്ല ടേസ്റ്റി ആയിട്ടുള്ള പുട്ടാണ്. അപ്പോൾ ഇതുപോലെ ട്രൈ ചെയ്ത് നോക്കിയിട്ടില്ലെങ്കിൽ ട്രൈ ചെയ്ത് നോക്കുക. എല്ലാ പുട്ടും നമ്മളിവിടെ റെഡിയാക്കി എടുത്തിട്ടുണ്ട്. ഇതിപ്പോൾ രാവിലെയൊക്കെ ഉണ്ടാക്കിയെടുത്താലും വൈകിട്ടൊക്കെ ആകുമ്പോഴത്തേനും ബാക്കി ഉണ്ടെങ്കിലും നല്ല സോഫ്റ്റ് ആയിട്ട് തന്നെ ഇരിക്കും. അപ്പം എല്ലാവരും ട്രൈ ചെയ്ത് നോക്കൂ കേട്ടോ. താങ്ക് യു.